ഹായ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസിനും നിങ്ങൾ തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് അത് വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. എന്നാൽ നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് വ്യൂസ് ഒക്കെ കുറഞ്ഞു വന്നപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളിന്നൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മളിപ്പം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത് വളരെ കലുഷമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. കാരണം ഇപ്പോൾ വടക്കേന്ത്യയിലായിക്കോട്ടെ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിക്കോട്ടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്ന് പറയുന്നത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റും. കാരണം പല സംഭവങ്ങളും നമ്മൾ അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ പല സംഭവങ്ങളും അറിയിക്കാത്ത അല്ലെങ്കിൽ ഈ മൊബൈൽ സംവിധാനങ്ങൾ പോലും ഇല്ലാത്ത പല സംസ്ഥാനങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതുപോലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം എന്ന് പറയുന്നത് എല്ലാ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വളരെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ഈ സംസ്ഥാനം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് സംഘപരിവാരം മാത്രമാണ്. കാരണം അവർ പല പണികളും പല തന്ത്രങ്ങളും കേരളത്തിൽ കാലാകാലമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനസമൂഹം ഇവരെ ഉൾക്കൊള്ളാത്തോളം കാലം നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന ആ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. നാരി ശക്തി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന BJP ആണ് എന്ന് പറയുമ്പോൾ പോലും ഈ മണിപ്പൂർ ഈ പറയുന്ന ജനുവരിയിൽ ഉണ്ടായ രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഈ പ്രധാനമന്ത്രി ആ ഒരു പ്രദേശത്തേക്ക് പോലും ഒന്ന് എത്തി പോലും നോക്കിയിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വെച്ച് ഒരു മുസ്ലിം പൊതുവേദിയിൽ ഒരു കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള നട്ടലുള്ള ആർജവമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം സന്യാസിയാണ്. ഇദ്ദേഹം ഈ പറയുന്ന BJPയെയും RSSനെയും സംഘപരിവാറിനെയും പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവിടുത്തെ ഹിന്ദുക്കളുടെ മൊത്തം അവകാശം RSSോ BJPയോ സംഘപരിവാറോ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പ്രസംഗം, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. എന്താണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസംഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളിൽ പല ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും ഒരിക്കൽ കൂടി നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക. കേട്ടു നോക്കിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തു. കാരണം സംഘികളെ എടുത്തിട്ട് അലക്കി കീറി എന്ന ഇതുപോലുള്ള നട്ടലുള്ള ആൾക്കാരുടെ പിന്നിലാണ് നമ്മൾ മണിനിരക്കേണ്ടത്. ഇതുപോലുള്ള ആൾക്കാർ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ സമാധാനമായിട്ട് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിൽ നമുക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഈ മനുഷ്യൻ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ഇത് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുത്തേക്കാണ്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ദയവ് ചെയ്ത് എനിക്ക് ഇവിടുത്തെ മുസ്ലിം മതപണ്ഡിതരോടും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളോടും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളോടും ഒക്കെ നടത്താനുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ദയവ് ചെയ്ത് മേലിൽ വിശ്വഹിന്ദു പരിഷത്തിനെയോ RSSനെയോ ക്ഷേത്ര സംരക്ഷണ സമിതിയെയോ ബാലഗോകുലത്തെയോ BJPയെയോ ഒന്നും തന്നെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ വിളിച്ചിരുത്തി ചർച്ച ചെയ്യിപ്പിച്ച് അവരെ പ്രശസ്തരാക്കുന്ന പണി നിർത്തൽ ചെയ്യണം. രാഹുൽ ഈശ്വറിനോടുള്ള ഈ വ്യക്തിവിരോധമൊന്നും എനിക്കില്ല. എനിക്ക് ആരോടും വ്യക്തിവിരോധമൊന്നുമില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവൻ കൊടുത്താൽ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. അത് ആരും എന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും. പക്ഷേ രാഹുൽ ഈശ്വർ ഹിന്ദുക്കളുടെ പ്രതിനിധിയാണ് എന്ന നിലയിലൊക്കെ സംസാരിക്കുമ്പോൾ ഗോൾവൾക്കറെയും ഗാന്ധിജിയെയും ഒരേ കാളവണ്ടിയുടെ 2 കാളകളാക്കി കെട്ടി അതിൽ തമ്പുരാൻ ചമഞ്ഞിരിക്കാനുള്ള ആ നമ്പൂരി ബ്രാഹ്മണ മനസ്സിന്റെ ഭാഷയിൽ കേരളത്തോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഈശ്വരെ നീ തെറ്റാണടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ലെങ്കിൽ ഞാൻ ഈ കാവി ധരിച്ചതിന് അർത്ഥമില്ല. അത് ഏത് ഉസ്താദ് പറഞ്ഞാലും ശരി, രാഹുൽ ഈശ്വരനെ ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഹിന്ദുക്കളുടെ പ്രതിനിധികൾ വേറെയുണ്ട്. നിങ്ങൾ നിലവിളിച്ചാൽ എന്താണ് മമ്മദേ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ അയൽക്കാരനായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി, അയാൾ ഹിന്ദുവിന്റെ പ്രതിനിധിയാണ്. മനസ്സിലായോ? ഇവിടെ SNDP നവോത്ഥാന പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണ്. അതിലിപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അച്ഛൻ പിണറായി വിജയന്റെ കൂടെയാണ്, മോൻ അമിത്ഷായുടെ കൂടെയാണ്. അവിടുന്നും പ്രശ്നം ഉണ്ടാവരുത്, ഇവിടുന്നും പ്രശ്നം ഉണ്ടാവരുത്, ഞങ്ങളുടെ കാര്യം ഇങ്ങനെ സുഖമായിട്ട് നടക്കണം. അതാണ് അവരുടെ SNDP. അതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതും പറയാനുള്ളൂ. അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം
മഹത്തായ നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. നാരായണ ഗുരുവാണ് അതിൻ്റെ ശിലാസ്ഥാപകൻ. നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. അതിൽ ഒരുപാട് അറിവുള്ള ആളുകളുണ്ട്. ഡോക്ടർ ഗീതാ സുരാജിനെ പോലുള്ള ആളുകൾ. നിങ്ങൾ അവരെ വിളിച്ച് സംസാരിപ്പിക്കൂ. ഹിന്ദുവിൻ്റെ പ്രതിനിധിയാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം. BJP RSSനെയൊക്കെ ഇനി ചാനൽ ചർച്ചകളിലൊക്കെ വിളിച്ചിരുത്തി ഹിന്ദുവിൻ്റെ പ്രതിനിധിയാണെന്ന് സംസാരിച്ചാൽ ആ ചാനലിനെതിരെ ഒരു ഗാന്ധിജിയുടെ പരമ്പര പിൻപറ്റുന്ന, നാരായണ ഗുരുവിൻ്റെ പരമ്പര പിൻപറ്റുന്ന, വിവേകാനന്ദ സ്വാമികളുടെ പരമ്പര പിൻപറ്റുന്ന ഹിന്ദു എന്ന നിലയിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എനിക്ക് വേണ്ടി വാദിക്കാനൊക്കെ ഹൈക്കോടതിയിൽ പൈസയില്ലാതെ ഇഷ്ടംപോലെ വക്കീലുമാരിട്ടു. മനസ്സിലായോ? ഞാൻ പലർക്കും വേണ്ടിയും വാദിക്കുന്ന വക്കീലാണെന്നാണ് തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ക്യാഷില്ലാതെ ഇഷ്ടംപോലെ വക്കീലുമാരുണ്ട്. അവർ വാദിച്ചോളൂ. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സമരമാണ് ഇവിടെ. ഇവരെ അവഗണിക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? BJP ചോദിക്കുക, ഏത് BJP? അങ്ങനെ ഒരു കക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുക. അമിത്ഷാ, ആരാണ് ഈ അമിത്ഷാ? ചോദിക്കുക. അവഗണിക്കുക എന്ന് പറയില്ലേ നമ്മൾ? RSSോ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടോ? അവരെന്താണ് ചെയ്തത്? ചോദിക്കുക, അവഗണിക്കുക. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ഭരണഘടനയുടെ പേരിൽ ഒന്നിക്കുന്ന മനുഷ്യരായ ഇന്ത്യൻ പൗരന്മാരായി തീർന്നിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും, വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും, ഒരേ മതത്തിൽപ്പെട്ടവർക്കും ഒരു മതവും ഇല്ലാത്തവർക്കും ഒക്കെ ഒന്നിക്കാൻ ഒരു വലിയ പുസ്തകം, ലോകത്തിന്റെ മഹത്തായ വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എന്ന പേരിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പേരിൽ ഭരണഘടനയെ മാനിക്കുന്നവരും ഭരണഘടനയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവരും എന്ന രണ്ട് പക്ഷമായി നിന്നുകൊണ്ട് നമുക്കൊരു ധർമ്മയുദ്ധം നടത്തേണ്ടതുണ്ട്. ആ ധർമ്മയുദ്ധം നടത്തുക തന്നെ ചെയ്താലേ നമുക്ക് അമിത്ഷാമാരും നരേന്ദ്രമോദിമാരും ഇല്ലാത്ത, ഗോഡ്സേമാർ ഉണ്ടാവാത്ത, ഗാന്ധിജിമാർ ജീവിക്കുന്ന ഒരു ഇന്ത്യയെ നിലനിർത്താനാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എൻ്റെ പ്രതിഷേധങ്ങൾ വാക്കുകളിലും മുഖത്തും, ഇപ്പോൾ ശരീരഭാഷ, എനിക്ക് ഈ ശരീരഭാഷയൊക്കെ ഉള്ള ഒരാളാണ്, ശരീരഭാഷയിലൊക്കെ കണ്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വേദന നല്ലതാണ്. ചിലപ്പോൾ സുഖത്തേക്കാൾ കൂടുതൽ വേദനകൾ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് നന്നായി വേദനിച്ചു കൊള്ളുക. എനിക്ക് ഒരു വേദനയുമില്ല. ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും, ആരോടായാലും പറയും, എവിടെയായാലും പറയും. ജനനം ഒരിക്കലേ ഉള്ളൂ, മരണവും ഒരിക്കലേ ഉള്ളൂ. ഗംഭീരം. ഇതുപോലെ ആർജവമുള്ള, നട്ടലുള്ള ഒരുത്തനങ്ങോട്ട് ഇറങ്ങി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. ഈ ധരിച്ചിട്ടുള്ള ഈ ഒരു മനുഷ്യൻ എന്ന് പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ ആ കാഷായ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ഹൃദയത്തിനുടമയാണ് ഇദ്ദേഹം. വളരെ വ്യക്തമായ രീതിയിൽ ആർജവത്തോടുകൂടി BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ പൊളിച്ചടുക്കി തന്നിരിക്കുകയാണ് ഇദ്ദേഹം. ഗംഭീര സാധനമാണ്. ഇതിനെക്കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എപ്പോൾ ചെയ്യാനാണ് അല്ലേ? അപ്പോൾ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത്. ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന 23-24 തീയതി രാമക്ഷേത്രം അവിടെ വിഗ്രഹം സ്ഥാപിക്കാൻ പോകുന്നു, സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കാൻ പോകുന്നു. ആ സമയത്താണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഇഷ്ടമായിട്ടാണ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ